ഉണ്ടാക്കുന്നത് ഒരു ഈസി കുക്കർ ബിരിയാണിയാണ്. ചില സമയത്ത് നമുക്ക് ബിരിയാണി കഴിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും അതിനുള്ള സമയം ഉണ്ടാവില്ല, അല്ലെങ്കിൽ നമുക്ക് അത്രയും മെനക്കെടാൻ വേണ്ടി മടിയായിരിക്കും. ആ സമയത്തൊക്കെ നമുക്ക് തട്ടിക്കൂട്ടാൻ പറ്റിയ ഒരു അടിപൊളി ബിരിയാണിയാണിത്. ഒരു തട്ടിക്കൂട്ട് ബിരിയാണി ആണെങ്കിലും ടേസ്റ്റ് കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി ഒരു വലിയ പ്രഷർ കുക്കർ എടുക്കണം. ഞാനിവിടെ 6 ലിറ്ററിൻ്റെ ഒരു കുക്കറാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ ഞാൻ 4 കപ്പ് റൈസാണ് ബിരിയാണി ഉണ്ടാക്കുന്നത്. കുക്കർ ചൂടാകുമ്പോൾ ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ പശുവിൻ നെയ്യ് ഒഴിക്കാം. ഇതിലേക്ക് തന്നെ 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ഞാൻ ഒഴിക്കുന്നുണ്ട്. വെളിച്ചെണ്ണ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇത് ചൂടാകുമ്പോൾ ഇതിലേക്ക് 4 ഏലക്കായ് ചേർക്കാം. 5-6 കഷ്ണം ചെറിയ പട്ട, ഒരു 5-6 എണ്ണം ഗ്രാമ്പൂ, ഇത്രയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 4 മീഡിയം സൈസ് ഉള്ളി നേരിയതായിട്ട് അരിഞ്ഞത് ചേർക്കാം. 4 കപ്പ് റൈസ് ആയതുകൊണ്ടാണ് 4 ഉള്ളി എടുത്തിരിക്കുന്നത്. ഈ ഉള്ളി നന്നായിട്ട് വഴറ്റണം. വഴറ്റി ചെറുതായിട്ടൊരു കളറ് മാറി വരണം. ഉള്ളി ഇവിടെ നന്നായി വഴറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത് ചേർക്കാം. ഞാനിവിടെ 6 പച്ചമുളക്, 10 അല്ലി വെളുത്തുള്ളിയുടെ ഏകദേശം പകുതിയോളം ഇഞ്ചി, ഇത്രയാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല പൊടി, ഇത്രയും ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി നന്നായിട്ട് വഴറ്റാം. 1 മിനിറ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് തക്കാളി ചേർക്കാം. ഞാനിവിടെ 2 മീഡിയം സൈസിലുള്ള തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. തക്കാളി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. തക്കാളി നന്നായിട്ട് അലിഞ്ഞ് വരുന്നത് വരെ നന്നായിട്ട് വഴറ്റണം. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഉപ്പ് ചേർക്കാം. ബിരിയാണി ആയതുകൊണ്ട് തന്നെ ഉപ്പ് കുറച്ചധികം വേണ്ടി വരും. ഞാൻ 1 ടേബിൾ സ്പൂണോളം ഉപ്പ് ചേർത്തിട്ടുണ്ട്. തക്കാളി നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ചേർക്കാം. ഞാനിവിടെ 1200 ഗ്രാമിൻ്റെ ഒരു ചിക്കനാണ് ചേർത്തിട്ടുള്ളത്. ചിക്കൻ നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇതിലേക്ക് ചേർത്തിരിക്കുകയാണ്. വേറെ പൊടികളൊന്നും ചിക്കനിൽ ഞാൻ ചേർത്തിട്ടില്ല. ഈ സമയത്ത് അല്പം കൂടി ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈര് ചേർക്കാം. തൈരും കൂടി ചേർത്ത് ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി പ്രഷർ കുക്കർ അടച്ചു വെച്ച് 2-3 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. ഞാനിവിടെ 2 വിസിലാണ് വെക്കുന്നത്. ഓരോരുത്തരുടെ കുക്കറിൻ്റെ വേവിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. ഒരു 2-3 വിസിലുകൊണ്ട് തന്നെ ചിക്കൻ വെന്തോളും. ഞാനിവിടെ 4 കപ്പ് ജീരകശാല റൈസ് നന്നായിട്ട് കഴുകിയെടുത്ത് ഒട്ടും വെള്ളമില്ലാതെ എടുത്ത് വെച്ചിട്ടുണ്ട്. കുതിർത്ത് വെച്ചിട്ടൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് കഴുകിയെടുത്തത് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ജീരകശാലയ്ക്ക് പകരം കയമ, ബസ്മതി ഒക്കെ യൂസ് ചെയ്യാം. ഇത് വളരെ നേരിയൊരു വളരെ ചെറിയ ബിരിയാണി റൈസാണ് ഈ ജീരകശാല റൈസ് എന്ന് പറയുന്നത്. 2 വിസിലിന് ശേഷം ഞാൻ ഈ കുക്കർ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ആവിയെല്ലാം പോയിട്ടുണ്ട്. നമുക്കിത് തുറന്ന് നോക്കാം. ഇതിലുള്ള ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിലിപ്പോൾ കുറേ വെള്ളമുണ്ട്. നമ്മളിത് അടച്ചു വെച്ച് വേവിക്കുമ്പോൾ ഇതുപോലെ കുറേ വെള്ളം ഉണ്ടാവും. ഈ വെള്ളവും കൂടി ആഡ് ചെയ്തിട്ട് വേണം നമുക്ക് റൈസ് വേവിക്കാനുള്ള വെള്ളം ഇതിലേക്ക് ചേർക്കാൻ. നല്ല തിളച്ച വെള്ളമാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ കുക്കറിൽ ഏകദേശം 2 കപ്പ് വെള്ളം ഉണ്ടാവും മസാലയുടെ കൂടെ. അതുകൂടാതെ 4 കപ്പ് തിളച്ച വെള്ളം ഞാനിതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അതായത് 4 കപ്പ് റൈസിന് 6 കപ്പ് വെള്ളമാണ് ഞാനിതിപ്പോൾ മൊത്തം ഒഴിച്ചിട്ടുള്ളത്. കുക്കറിലെ വെള്ളം നമുക്ക് കാണുമ്പോൾ ഏകദേശം മനസ്സിലാവും എത്ര ഉണ്ടെന്ന്. അതനുസരിച്ചൊന്ന് കൂട്ടി നോക്കിയാൽ മതി. നമുക്ക് ഈ കഴുകി വെച്ച അരി മുഴുവൻ ഇതിലേക്കിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീരൊഴിക്കാം, അല്ലെങ്കിൽ 1 ചെറുനാരങ്ങയുടെ നീരൊഴിക്കാം. 4-5 ടേബിൾ സ്പൂൺ വരെ പുതിനയും മല്ലിയിലയും കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ പ്രഷർ കുക്കർ അടച്ചു വെച്ച് 1 വിസിൽ വരുന്നത് വരെ ചെറിയ തീയിൽ വേവിച്ചെടുക്കാം. തീ കൂട്ടരുത്, ഇതിൻ്റെ അടിഭാഗം കരിഞ്ഞു പോകും. 1 വിസിലിന് ശേഷം ഞാനിത് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആവി പോയതിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം. നമ്മുടെ പ്രഷർ കുക്കർ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല മണമൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ചോറൊക്കെ നല്ല പാകത്തിനാണ് വെന്തത്. 1 വിസിൽ മാത്രം മതിയാവും ഈ റൈസ് വേവാൻ വേണ്ടിയിട്ട്. കൂടുതൽ സമയം വെക്കേണ്ട ആവശ്യമില്ല, അപ്പോൾ കൂടുതൽ വെന്തു പോവും. ഇതിപ്പോൾ പാകത്തിനുള്ള വേവായിട്ടുണ്ട്. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ പ്രഷർ കുക്കർ ബിരിയാണി ഇവിടെ റെഡിയായി കഴിഞ്ഞു.
വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കാൻ. നമ്മുടെ സാധാരണ ബിരിയാണിയുടെ ദമ്മിട്ട ബിരിയാണിയുടെ അത്രയും ടേസ്റ്റൊന്നും ഇല്ലെങ്കിലും നമുക്ക് പെട്ടെന്നൊക്കെ ബിരിയാണി കഴിക്കാൻ തോന്നുമ്പോൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഈസി റെസിപ്പിയാണിത്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കൂ. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായം അറിയിക്കൂ. താങ്ക്